നമുക്കിന്ന് മ്യൂച്വൽ ഫണ്ടിലുള്ള പല ഓപ്ഷൻസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ എഴുതിയിട്ടാണ് ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ ഷൂട്ട് സെറ്റ് ചെയ്തത്. നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം, നാടിൻ്റെ അടുത്തെന്നല്ല, നാട് തന്നെയാണ്. അപ്പോൾ അതാണ് ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പിന്നെ പറയാം. അപ്പം ഭയങ്കര പ്രകൃതി രമണീയമുള്ളൊരു സ്ഥലമാണ്, പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് വീഡിയോ കാണുമ്പോൾ നമ്മൾ ഈ പറയുന്ന കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ടും ആ വീഡിയോ ഒക്കെ ഒരു പ്രകൃതിയുടെ ഒരു ഇത് കിട്ടും എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മളും ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു ഫോമൽ രീതിയിലൊക്കെ ഒരു സ്ഥലത്തിരുന്ന് എടുക്കുന്നതിനേക്കാൾ കുറച്ചൊരു ബെറ്റർ ആണല്ലോ എന്നുള്ള ചോയ്സ്. പിന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു അവസരവും കിട്ടണം, അതാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പലരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും, എന്നാൽ കേൾക്കാത്ത ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക. ഇതിൽ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാളിന് ഒരു NRI, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആൾ ജോലിയൊക്കെ നിർത്തി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആളിലൊരു 10 ലക്ഷം രൂപ നിലവിലുണ്ടെന്ന് വയ്ക്കുക. ഈ 10 ലക്ഷം രൂപ നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ഇടുന്നതിനൊക്കെ പകരം നമ്മൾ കുറച്ചും കൂടി ഒരു അഗ്രസീവ് റിട്ടേൺസ് കിട്ടത്തക്ക രീതിയിൽ, എന്നാൽ ക്യാഷ് ഫ്ലോ മന്ത്ലി കിട്ടണം. ജോലിയൊന്നും നാട്ടിൽ വന്നിട്ട് ചെയ്യുന്നില്ല, റിട്ടയർ ചെയ്തു, അപ്പം വേറെ വരുമാനമൊന്നുമില്ല, പെൻഷനൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം ഒരു പ്രൈവറ്റ് എംപ്ലോയി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പുറത്തെവിടെ ജോലി ചെയ്യുന്നത്, ഒരു ഫോറിൻ കൺട്രിയിൽ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഗൾഫ് തന്നെ എടുക്കാം, മലയാളികളുടെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണല്ലോ ഗൾഫ് എന്ന് പറയുന്നത്. മീൻസ് കറൻസി വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈൽഡ് കിട്ടും എന്നുള്ള ഇതിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ കണ്ടൻറ്റ്. അതിൽ നമ്മളൊരു 10 lakh rupees ഇട്ടിട്ട് അതൊരു മന്ത്ലി ഒരു 5,000 rupees വീതം ഒരു നെക്സ്റ്റ് 20 yearsലേക്ക് നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും ആ വിഡ്രോവലിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റഫ്ലി ഒരു 12-15% അടുത്തുള്ളൊരു ആവറേജ്, ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് പറയാൻ പാടില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ഒരു നോർമൽ ഗ്രോത്ത് റേറ്റിൽ എടുത്താൽ പോലും നെക്സ്റ്റ് 20 yearsലേക്ക് ഒരു 10 ലക്ഷം രൂപ മാത്രം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു 20 വർഷത്തോളം കണ്ടിന്യൂസ് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ മാർക്കറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നോർമലി ഒരു 90 lakhs വരെ നമ്മൾ ഈ വിഡ്രോവൽ ശേഷം പോലും നമുക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തത്, അപ്പോഴും നമ്മൾ റെഗുലറായിട്ട് ഒരു 5,000 rupees വിഡ്രോ ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ ഒരു മാർക്കറ്റൊക്കെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പീരീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതാണ്ട് 85 to 90 lakh 90 ലക്ഷം രൂപയോളം വിഡ്രോ ചെയ്തതിന് ശേഷം 20 വർഷം വിഡ്രോ ചെയ്തതിന് ശേഷം മിച്ചം ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷൻ. അതും കൂടെ പറയണം നമ്മൾ. മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മീൻസ് ഓവറോൾ റിട്ടേൺസ് നോക്കുമ്പോഴത്തേക്കും അത്രയും വരാനുള്ള പോസിബിലിറ്റീസാണ് കാണുന്നത്. പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുള്ള രീതിയിലാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊരു ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടുകളിൽ അവൈലബിൾ ആണ്. അതിന് ലോക്ക് ഇൻ പീരീഡുള്ള ഓപ്ഷൻ എടുക്കാതെ ഓപ്പൺ എൻഡഡ് സ്കീംസിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മുഴുവൻ പൈസ എടുക്കാം, പാർഷ്യലി വിഡ്രോ ചെയ്യാം, അല്ലെ ഒരു പെൻഷൻ പോലെ റെഗുലറായിട്ട് കിട്ടത്തക്ക രീതിയിൽ അങ്ങനെയും ചെയ്യാം. ഇതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്.